ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഡേറ്റ് PSC പ്രഖ്യാപിച്ചിട്ടുണ്ട്. എക്സാം തീയതി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പലരും പ്രിപ്പയറിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പല എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട്. സാറേ, ഡിഗ്രി ലെവൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യോ, ഡിഗ്രി ലെവലിനായിട്ട് ക്ലാസ്സസ് തുറന്നു എന്നൊക്കെ ചോദിച്ച് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. പലരും പറയുന്നുണ്ട് സാറിന്റെ ക്ലാസ് നന്നായി മനസ്സിലാവുന്നുണ്ട്, സാറിന്റെ ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഡിഗ്രി ലെവലിന് എത്രയും പെട്ടെന്ന് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. നമുക്ക് ഡിഗ്രി ലെവലിന് ബാച്ച് ഇല്ല, അതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ട് എന്നറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എങ്കിലും ഞാൻ ഒരിക്കൽ കൂടെ ക്ഷമ ചോദിക്കുന്നു. നമുക്ക് ബാച്ച് ഇല്ല, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സഹായം എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ PSC ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം, PSC ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദിക്കുന്നത്, അപ്പോൾ ആ ചോദ്യങ്ങൾ മനസ്സിലാക്കി ഇനി അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അങ്ങനത്തെ ഓരോന്നും നമുക്ക് പഠിച്ചു പോവാം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഡിഗ്രി ലെവൽ PYQ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ക്ലാസ്സിൽ നിന്ന് തന്നെ നമുക്ക് ആസ്വദിച്ച് ഇഷ്ടപ്പെട്ട് തന്നെ ഓരോ കാര്യങ്ങളും അധികം ടെൻഷനൊന്നുമില്ലാതെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോവാം. ആ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് 100% കാര്യങ്ങളും ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോകാൻ പറ്റും. ആ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. ഞാൻ നിങ്ങളെ തീർച്ചയായും പഠിപ്പിച്ചേ വിടും. പറ്റുന്ന അത്രയും നമ്മൾ റിപ്പീറ്റ് ചെയ്യും, അല്ലെങ്കിൽ കോഡുകൾ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ടോ ഒക്കെ പറയാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ആയാലും നമ്മൾ പഠിച്ചു പോകും. റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് തന്നെ പറയും, നിങ്ങളും കൂടെ റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. പിന്നെ ഡിഗ്രി ലെവൽ ബാച്ചസ് നമുക്ക് നിലവിലില്ല. നമുക്ക് നിലവിലുള്ള ബാച്ചസ് പ്രിലിംസിന്റെയും 10th പ്രിലിംസിന്റെയും അതുപോലെ തന്നെ നമ്മുടെ VFAയുടെയാണ് ബാച്ച് ഉള്ളത്. അപ്പൊ അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽസ് അറിയാൻ ശ്രമിക്കുക. ബാച്ചിൽ അംഗമാവാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അംഗമാവുക. അപ്പൊ നമുക്ക് ഇന്ന് മുതൽ ഡിഗ്രി ലെവൽ PYQ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് പഠിച്ചു പോവാം. PSC എന്തൊക്കെ ചോദിക്കുന്നുണ്ട്, ഏതൊക്കെ ഭാഗങ്ങളിലാണ് PSC ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതിൽ ഇനി എന്തൊക്കെ ചോദ്യങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്, അങ്ങനെ ഓരോന്നും നമുക്ക് മനസ്സിലാക്കി തന്നെ പഠിക്കാം. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സസ് എന്തായാലും എത്തും. ഡിഗ്രി ലെവലിൽ നമ്മൾ എന്തായാലും ഇന്ന് മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് മുതൽ തന്നെ നമ്മൾ മാക്സിമം കാര്യങ്ങൾ ഇതുപോലെ തന്നെ തീർത്തു പോവുക. ഡിഗ്രി ലെവൽ മാത്രമല്ല, നമ്മുടെ 10th ലെവലായാലും മറ്റ് കമ്പനി ബോർഡ് LGS ഇങ്ങനത്തെ എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. അവർക്ക് വേണ്ടി പവർ ക്യാപ്സ്യൂൾ എന്നൊരു സീരീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റുകളൊന്ന് പോയി ചെക്ക് ചെയ്യുക. പിന്നെ SCRT NCRT ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റുകൾ ചെക്ക് ചെയ്യുക. ക്ലാസ്സുകൾ കാണാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിൽ ഉപകരിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ക്ലാസ്സുകളെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്തായാലും പഠിച്ചു പോകും. നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് തന്നെ ഓരോ കാര്യങ്ങളും പഠിച്ചു പോകും. ആ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തരാം. അപ്പോൾ മുമ്പത്തെ ക്ലാസ് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കണ്ടു നോക്കി, ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട്, ഇങ്ങനെ പഠിച്ചാൽ ഉപകരിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുമ്പത്തെ ക്ലാസ്സുകളെ മിസ്സാക്കരുത്. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയുള്ളത് നമ്മൾ ഇന്ന് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ തുടങ്ങാനല്ല, തുടങ്ങിയിട്ടുണ്ടാവും. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. അതായത് ഒരു സമയത്ത് ഒരു ആവേശം മാത്രം തോന്നലല്ല, എല്ലാ ദിവസവും പ്രോപ്പറായിട്ട് തന്നെ പഠിച്ചു പോവുക. നല്ലൊരു പ്ലാൻ സെറ്റ് ചെയ്ത് വെക്കുക. എപ്പോഴും സ്വന്തമായിട്ട് പ്ലാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക. വേറൊരാളോട് പ്ലാൻ ആവശ്യപ്പെടാതെ, അതായത് മെത്തേഡ്സ് വേറെ ആളുകളോട് ചോദിക്കുക, അല്ലാതെ സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ സ്റ്റഡി ടൈം ടേബിൾ മറ്റൊരാളോട് ചോദിക്കരുത്. നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾക്കാണ് ഉണ്ടാക്കാൻ സാധിക്കുക. അപ്പോൾ അത് മനസ്സിലാക്കി എല്ലാ ദിവസവും, ചിലപ്പോൾ എല്ലാ ദിവസവും 2-3 മണിക്കൂർ 4 മണിക്കൂർ ഒന്നും കിട്ടിയെന്ന് വരില്ല. അത്രയും പഠിക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമില്ല. പഠിക്കുന്നത് പ്രോപ്പറായി നല്ല രീതിയിൽ കിട്ടുന്ന സമയത്ത് മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഇന്ന് 2-3 മണിക്കൂർ സമയം കിട്ടുന്നുണ്ടാവും, നാളെ ചിലപ്പോൾ 5 മിനിറ്റേ കിട്ടുള്ളൂ. 5 മിനിറ്റ് ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് വിട്ട് കളയരുത്. ആ 5 മിനിറ്റിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കിട്ടുന്ന സമയത്തെ പ്രോപ്പറായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യണം. കുറച്ച് സമയമാണെങ്കിലും ആ കുറച്ച് സമയം നിങ്ങൾക്ക് ഉപകരിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അത് മനസ്സിലുണ്ടാവണം. അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടാവണം. കുറച്ച് സമയമുള്ളൂ, ഇന്നിപ്പോൾ പഠിക്കണ്ട, നാളെ പഠിക്കാം, അങ്ങനെ വിട്ട് കളയരുത്. ഓരോ ദിവസവും ഈ കണ്ണി അറ്റ് പോകരുത്. അതായത് ഈ ചെയിനിലെ ഒരു കണ്ണി അറ്റ് പോയാൽ ചെയിന് പോയി. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ട് തന്നെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഈ ഉള്ള ദിവസങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ. നമുക്ക് അധികം ഒന്നും പറയുന്നത്, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കാം. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. വ്യാവസായികവൽക്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി അല്ലെങ്കിൽ ദേശീയ ആസൂത്രണ കമ്മിറ്റി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആര്?
ഈ ദേശീയ ആസൂത്രണ കമ്മിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി, ഇത് കണ്ടോ, ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് അല്ലെ, ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. ചോദ്യം വന്ന എന്താണ്? ദേശീയ ആസൂത്രണ കമ്മിറ്റിയാണ് അല്ലെങ്കിൽ ദേശീയ ആസൂത്രണ സമിതിയാണ് ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. എപ്പോഴാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്? ആസൂത്രണ കമ്മിറ്റി 1938 നമ്മൾ പഠിച്ചു. ആസൂത്രണ കമ്മീഷൻ ചോദ്യം വന്നാൽ 1950 മാർച്ച് 15 1950 മാർച്ച് 15 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ആദ്യ അധ്യക്ഷൻ ആരെന്ന് ചോദ്യം വരും. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ചോദ്യം വരും. അതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ ആരാണ് ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ? ആരാണ്? ഗുൽസാരിലാൽ നന്ദ അല്ലെ. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷനാണ് ഗുൽസാരിലാൽ നന്ദ. ഈ ഡേറ്റ് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. 1950 മാർച്ച് 15 1950 മാർച്ച് 15 എന്താണ്? ആസൂത്രണ കമ്മീഷൻ രൂപീകൃതമായി. എപ്പോഴാണ് ആസൂത്രണ കമ്മിറ്റി, ദേശീയ ആസൂത്രണ കമ്മിറ്റി അല്ലെങ്കിൽ ദേശീയ ആസൂത്രണ സമിതി രൂപീകൃതമായത് എപ്പോഴാണ്? അത് 1938 1938 ആസൂത്രണ കമ്മീഷൻ രൂപീകൃതമായത് 1950 മാർച്ച് 15. ഡേറ്റ് പഠിക്കണം, 1950 മാർച്ച് 15. സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വരാൻ നല്ല ചാൻസ് ഉള്ള സാധനമാണ്. 1950 മാർച്ച് 15. അപ്പൊ ആദ്യത്തെ അധ്യക്ഷൻ ആരെന്ന് ചോദ്യം വന്ന ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ്. ആദ്യ ഉപാധ്യക്ഷൻ ആരെന്ന് ചോദിക്കും, അത് ഗുൽസാരിലാൽ നന്ദയാണ്. ഗുൽസാരിലാൽ നന്ദ പഠിച്ചു വെക്കണേ. ആസൂത്രണ കമ്മീഷന്റെ അവസാന അധ്യക്ഷൻ ചിലപ്പോൾ ചോദിക്കും. ആസൂത്രണ കമ്മീഷന്റെ അവസാന അധ്യക്ഷനും നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷനും രണ്ടും ഒരാളാണ്. രണ്ടും സമയത്ത് ആരാണ് ഇവിടെ? നമ്മുടെ പ്രധാനമന്ത്രി ആരാണ്? ആസൂത്രണ കമ്മീഷന്റെ എപ്പോഴും അധ്യക്ഷൻ പ്രധാനമന്ത്രിയാവും. അതുപോലെ തന്നെ നീതി ആയോഗിലും എപ്പോഴും അധ്യക്ഷൻ ആരാവും? പ്രധാനമന്ത്രിയാവും. അപ്പൊ ആസൂത്രണ കമ്മീഷന്റെ അവസാന സമയങ്ങളിലും നീതി ആയോഗിന്റെ തുടക്ക സമയങ്ങളിലും ഇവിടെ ആരാണ് പ്രധാനമന്ത്രി? നിലവിലും ഇവിടെ ആരാണ് പ്രധാനമന്ത്രി? നരേന്ദ്രമോദിയാണ് അല്ലെ. നരേന്ദ്രമോദിയാണ്. ഓക്കെ, അപ്പൊ നരേന്ദ്രമോദിയാണ് ആസൂത്രണ കമ്മീഷന്റെ അവസാന അധ്യക്ഷനും നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷനും. എപ്പോഴാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? 2015 ജനുവരി 1. ഈ ഡേറ്റും പഠിച്ചു വെക്കണം. സോറി, നമ്മൾ ചോദ്യത്തിൽ നിന്ന് വിട്ടുപോയി. ഓക്കെ, അപ്പൊ എന്താ ചോദ്യം? എന്താ? വ്യാവസായികവൽക്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? നമുക്ക് നോക്കാം. ആരാണ്? മോത്തിലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ബി ജി തിലക്, പിന്നെ മൗലാന അബ്ദുൽ കലാം ആസാദ്. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് അല്ലെ. സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഈ ചോദ്യം ഇനിയും പ്രതീക്ഷിച്ചിട്ട് പോകട്ടോ. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ് ആണ് ആസൂത്രണ കമ്മിറ്റി രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് അല്ലെ. ദേശീയ ആസൂത്രണ കമ്മിറ്റി 1938 വർഷം പഠിക്കണം. 1938 രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് നമുക്ക് നോക്കാം. 1938 ഒക്ടോബറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന സുഭാഷ് ചന്ദ്രബോസ് ആണ് ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിച്ചത്. ദേശീയ ആസൂത്രണ സമിതി അല്ലെങ്കിൽ ദേശീയ ആസൂത്രണ കമ്മിറ്റി രൂപീകരിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് 1938. ദേശീയ ആസൂത്രണ സമിതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ഇന്ത്യയിലെ വ്യവസായങ്ങളുടെ പുരോഗതി. ഇന്ത്യയിലെ വ്യവസായങ്ങളുടെ പുരോഗതി. ഇന്ത്യയിലെ വ്യവസായങ്ങളുടെ പുരോഗതിയാണ് ദേശീയ ആസൂത്രണ സമിതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്താണ് പ്രധാന ലക്ഷ്യം? ഇന്ത്യയിലെ വ്യവസായങ്ങളുടെ പുരോഗതി. ഇന്ത്യയിലെ വ്യവസായങ്ങളുടെ പുരോഗതി. വ്യവസായത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാ? ചോദ്യം വരാറുണ്ട്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് അല്ലെ. മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് വ്യവസായത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി. പഠിച്ചു വെക്കണേ. വ്യവസായത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. എന്ത് മാതൃക എന്നാണ് അറിയപ്പെടുന്നത്? മഹലനോബിസ് മാതൃക എന്നാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത്. അതും പഠിച്ചു. അപ്പൊ ദേശീയ ആസൂത്രണ സമിതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ഇന്ത്യയിലെ വ്യവസായങ്ങളുടെ പുരോഗതി എന്നതാണ് പ്രധാന ലക്ഷ്യം. അടുത്തത് നോക്കാം. ദേശീയ ആസൂത്രണ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം ചെയർമാൻ കൂടാതെ 10 അംഗങ്ങളാണ്. അപ്പൊ ടോട്ടൽ 11 അംഗങ്ങളാണ്. ചെയർമാൻ കൂടാതെ എത്ര അംഗങ്ങളാണുള്ളത്? 10 അംഗങ്ങളാണ് ദേശീയ ആസൂത്രണ സമിതിയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ദേശീയ ആസൂത്രണ സമിതിയിലെ പ്രധാന അംഗങ്ങൾ ആരൊക്കെയാണ്? എം വിശ്വേശ്വരയ്യ. കേട്ടുണ്ടോ ഈ പേര്? എം വിശ്വേശ്വരയ്യ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി അല്ലെ, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്. ശില്പി ആരാണ്? ശില്പി മഹലനോബിസ് ആണ് അല്ലെ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അല്ലെ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യ. അത് കൺഫ്യൂഷൻ വരരുത്.
ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യ. ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? അത് PC മഹലനോബിസ് ആണ്. PC മഹലനോബിസ് ആണ് ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്. ആസൂത്രണത്തിന്റെ പിതാവാണ് എം വിശ്വേശ്വരയ്യ. പിന്നെ പുരുഷോത്തം ദാസ് താക്കൂർദാസ്, പിന്നെ മേഘ്നാഥ് സാഹ, അമ്പൽ സാരാഭായ്. ഓക്കെ, അപ്പോൾ ഈ പേരുകളൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. ഈ എം വിശ്വേശ്വരയ്യ എന്തിൽ അംഗമായിരുന്നു? ദേശീയ ആസൂത്രണ സമിതിയിലെ പ്രധാനപ്പെട്ട ഒരു അംഗമായിരുന്നു എം വിശ്വേശ്വരയ്യ. ഇദ്ദേഹമാണ് ആസൂത്രണത്തിന്റെ പിതാവ് എന്നും ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? എം വിശ്വേശ്വരയ്യാണ്. ഇദ്ദേഹമാണ് എന്തറിയപ്പെടുന്നത്? മൈസൂർ നഗരത്തിന്റെ ശില്പി അല്ലെ? മൈസൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? എം വിശ്വേശ്വരയ്യ. ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകം പ്രധാനമായിട്ട് എപ്പോഴും ചോദ്യം വരും. എന്താണ്? പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? അത് എം വിശ്വേശ്വരയ്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഏതാണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇതേതാണ് പുസ്തകം? എം വിശ്വേശ്വരയ്യയുടെ പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് എം വിശ്വേശ്വരയ്യന്. ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ്, ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ്, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ദാദാഭായ് നവറോജിയാണ് അല്ലെ? ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ്. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? അത് ദാദാഭായ് നവറോജിയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പുസ്തകം ഏതാണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതും ദാദാഭായ് നവറോജി. അടുത്തത് നോക്കാം. കേന്ദ്ര മന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെ ആസൂത്രണ കമ്മീഷന് രൂപം നൽകിയ വർഷം 1950 മാർച്ച് 15. 1950 മാർച്ച് 15 കേന്ദ്ര മന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെ ആസൂത്രണ കമ്മീഷന് രൂപം നൽകിയ വർഷം. അപ്പൊ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1950 മാർച്ച് 15. നമ്മൾ തുടക്കത്തിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ ഡേറ്റ് ആണ് 1950 മാർച്ച് 15. എന്താണ്? ആസൂത്രണ കമ്മീഷൻ രൂപീകൃതമായത്. ആസൂത്രണ കമ്മിറ്റി എപ്പോഴാണ്? അല്ലെങ്കിൽ ആസൂത്രണ സമിതി, ദേശീയ ആസൂത്രണ സമിതി 1938 അത് ഇപ്പോൾ ആസൂത്രണ കമ്മീഷൻ മാറി നിലവിൽ വന്നതാണ് നീതി ആയോഗ് അല്ലെ? ആസൂത്രണ കമ്മീഷന് പകരമായി നിലവിൽ വന്നതാണ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ ഫുൾ ഫോം ചോദിക്കൂല്ലേ? നീതി ആയോഗിന്റെ ഫുൾ ഫോം ചോദ്യം വരാറുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നാണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം. നിലവിൽ വന്നത് 2015 ജനുവരി 1. 2015 ജനുവരി 1. ദ നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് നീതി ആയോഗ്. നിലവിലെ നീതി ആയോഗായി മാറുന്നത്, അതായത് നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ ആസൂത്രണ കമ്മീഷൻ നീതി ആയോഗായി മാറിയ വർഷമാണ് 2015 ജനുവരി 1. എന്ത് മാറി? നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ, അതായത് ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ മാറി എന്തായി മാറി? നീതി ആയോഗായി. 2015 ജനുവരി 1. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. ഈ നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാലും ആസൂത്രണ കമ്മീഷന്റെ അവസാന അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാലും ആരാണ്? അത് നരേന്ദ്രമോദിയാണ്. ആരാണ്? നരേന്ദ്രമോദി. അപ്പൊ നീതി ആയോഗിന്റെ ആദ്യ ഉപാധ്യക്ഷൻ ചോദിക്കുകയാണ് ആരാണ്? അരവിന്ദ് പനഗരിയാണ്. ആരാണ്? അരവിന്ദ് പനഗരിയാണ് നീതി ആയോഗിന്റെ ആദ്യ ഉപാധ്യക്ഷൻ. നീതി ആയോഗിന്റെ ആദ്യ CEO ആരാണ്? സിന്ധു ശ്രീ ഖുള്ളറാണ്. സിന്ധു ശ്രീ ഖുള്ളറാണ് നീതി ആയോഗിന്റെ ആദ്യ CEO. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ആദ്യ സമ്മേളനം നടന്നത് ഡിസംബർ 17 1938. 1938 ഡിസംബർ 17 ആദ്യ സമ്മേളനം നടന്നത്. കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1938 ഡിസംബർ 17. 1938 ഡിസംബർ 17 ആദ്യ സമ്മേളനം, കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്നത്. രൂപീകരിക്കാൻ പ്രധാന മുൻകൈ എടുത്തത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. സുഭാഷ് ചന്ദ്രബോസാണ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതെന്തായാലും അറിഞ്ഞു വെക്കണം. ഓക്കെ. ഇന്ത്യയുടെ ഇക്കണോമിക്, കൾച്ചറൽ, സ്പിരിച്വൽ ഡെവലപ്മെന്റിനു വേണ്ടി പദ്ധതികൾ തയ്യാറാക്കുന്നതിന് ആസൂത്രണ സമിതി സബ് കമ്മിറ്റികൾക്ക് രൂപം നൽകിയിരിക്കുന്നു. ഓക്കെ, ഇതും ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കുക. ഇന്ത്യയുടെ ഇക്കണോമിക്, കൾച്ചറൽ, സ്പിരിച്വൽ ഡെവലപ്മെന്റിനു വേണ്ടി പദ്ധതികൾ തയ്യാറാക്കുന്നതിന് ആസൂത്രണ സമിതി സബ് കമ്മിറ്റികൾക്ക് രൂപം നൽകിയിരുന്നു. ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാമെന്ന് ചർച്ച ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനമാണ് കറാച്ചി സമ്മേളനം. 1931 കറാച്ചി സമ്മേളനം. ഇതിൽ അധ്യക്ഷൻ ആരാന്ന് ചിലപ്പോൾ ചോദ്യം വരില്ലേ? ആരാണ് ഇതിന്റെ അധ്യക്ഷൻ? മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, സർദാർ വല്ലഭായ് പട്ടേൽ ആണ് ഏതിന്റെ? 1931 കറാച്ചി സമ്മേളനത്തിലെ അധ്യക്ഷൻ. ഈ മൗലികാവകാശങ്ങളുടെ ശില്പിയാണ്
സർദാർ വല്ലഭായ് പട്ടേൽ എന്നത് നമുക്കറിയാം. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്തൊരു കാര്യം പഠിച്ചു വെച്ചോ. മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച INC സമ്മേളനം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? കറാച്ചി സമ്മേളനമാണ്. ഓക്കെ, മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ചത് കറാച്ചി സമ്മേളനത്തിലാണ്. അടുത്തത് 1944 ഇന്ത്യയിലെ ഒരു സംഘം വ്യവസായികൾ ബോംബെ നഗരത്തിൽ സമ്മേളിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിനു വേണ്ടി തയ്യാറാക്കിയ പദ്ധതിയാണ് ബോംബെ പദ്ധതി. ചോദ്യം വരും, ഇത് മനസ്സിലാക്കി വെക്കണം. ഈ ബോംബെ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു മലയാളി ഉണ്ട്. ആരാണ്? ജോൺ മത്തായി ആണ് അല്ലെ? ജോൺ മത്തായി ആണ് ബോംബെ പദ്ധതിയുമായി, ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട മലയാളി ആരെന്ന് ചോദ്യം വരാറുണ്ട്. അതാരാണ്? ജോൺ മത്തായി. അപ്പൊ 1944 ഇന്ത്യയിലെ ഒരു സംഘം വ്യവസായികൾ ബോംബെ നഗരത്തിൽ സമ്മേളിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടി തയ്യാറാക്കിയ പദ്ധതിയാണ് ഏത്? ബോംബെ പദ്ധതി. ബോംബെ പദ്ധതി. അടുത്തത് നോക്കാം. പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനായ MN റോയ് ആവിഷ്കരിച്ച ജനകീയ പദ്ധതി അല്ലെ, പീപ്പിൾ പ്ലാൻ, ജനകീയ പദ്ധതി ഇന്ത്യയുടെ ആസൂത്രണ ആശയങ്ങൾക്ക് കരുത്തേകി. ഇതും പഠിച്ചു വെക്കണേ. പീപ്പിൾ പ്ലാൻ ആരാണ് ആവിഷ്കരിച്ചത്? MN റോയ് ആണ്. MN റോയ്. ഈ പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? MN റോയ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് അല്ലെ. ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് MN റോയ്. MN റോയ്. ഓക്കെ, അത് പഠിച്ചു വെക്കുക. അപ്പൊ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനായ MN റോയ് ആവിഷ്കരിച്ച ജനകീയ പദ്ധതി ഇന്ത്യയുടെ ആസൂത്രണ ആശയങ്ങൾക്ക് കരുത്തേകി. അപ്പൊ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ഇപ്പൊ MN റോയ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ച വ്യക്തി MN റോയ് ആണ്. ഏത് പത്രത്തിലൂടെയാണ്? ഇത് ഇന്ത്യൻ പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെയാണ് അല്ലെ അദ്ദേഹം ആ ആവശ്യം മുന്നോട്ട് വെച്ചത്. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും എക്സ്ട്രാ പറയുന്നത്. നിങ്ങൾ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല പഠിച്ചു പോകുന്നത്, ഒരുപാട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു പോകുന്നുണ്ട്. അപ്പൊ അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഒരു ക്ലാസ്സിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് എന്നത് മനസ്സിലാക്കുക. ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്. പക്ഷെ പറയുന്നത് ഇപ്പോൾ ഭരണഘടനയെ ബന്ധപ്പെട്ട് നമ്മൾ ശരിക്കും എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യം ഇപ്പോൾ ഭരണഘടനയ്ക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞു പോകും. പിന്നെ INCയുടെ സമ്മേളനത്തെ കുറിച്ച് പറഞ്ഞു, മൗലികാവകാശങ്ങളുടെ ശില്പി ആരാ നമ്മളിപ്പോൾ പഠിച്ചു അല്ലെ. അപ്പൊ അങ്ങനത്തെ ഓരോ കാര്യങ്ങളും എക്സ്ട്രാ പഠിച്ചു പോകുന്നുണ്ട്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കാര്യമല്ല പഠിക്കുന്നത്. പ്രത്യേകിച്ച് PYQ വിത്ത് റിലേറ്റഡ് ഫാക്ട് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡ്, ഏറ്റവും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന മെത്തേഡ് ഇതായതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ പോകുന്നത്. അല്ലാതെ കുറെ ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ച് ക്ലാസ്സസ് തന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇപ്പോൾ നല്ല രീതിയിൽ യൂസ്ഫുൾ ആവില്ല. എനിക്ക് വ്യൂസ് കിട്ടിയാൽ പോരാ, നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. അത് നിങ്ങൾക്ക് മാക്സിമം മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റണമെങ്കിൽ ഇങ്ങനെ നമ്മൾ പലതും കണക്ട് ചെയ്ത് പഠിച്ചു പോകണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ തന്നെ നമുക്ക് പഠിച്ചു പോവാം. അപ്പൊ ആദ്യം ഈ കാര്യം മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും മാർക്ക് ചെയ്തൊക്കെ വെക്കുക. ചില കാര്യങ്ങൾ ഇതിന്റെ നോട്ട് നമുക്ക് എന്തായാലും നമ്മുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ അതിൽ നിങ്ങൾക്ക് നോട്ട് കിട്ടും. ഇതിന്റെ നോട്ട്സ് അല്ലാതെ ഇതിൽ കൂടാത്ത കാര്യങ്ങൾ ഞാൻ പലതും പറഞ്ഞു തരും. അങ്ങനെ പറഞ്ഞു തരുന്ന ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ MN റോയ് ആണ് എന്ത്? ജനകീയ പദ്ധതി ആവിഷ്കരിച്ചിട്ടോ. ജനകീയ പദ്ധതി അഥവാ പീപ്പിൾ പ്ലാൻ ജനകീയ പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാ? ഓക്കെ, അപ്പൊ അതും പഠിക്കണ്ടേ. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. 9ാം പഞ്ചവത്സര പദ്ധതി. ഇത് വേറെ ജനകീയ പദ്ധതിയാണ്. ഇത് ജനകീയ പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതി. അത് ആരാവിഷ്കരിച്ചതാണ്? MN റോയ് ആവിഷ്കരിച്ചതാണ്. എന്നാൽ ഒരു പഞ്ചവത്സര പദ്ധതി ജനകീയ പദ്ധതി എന്ന് അറിയപ്പെടുന്നുണ്ട്. അതേതാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പൊ 10ാം പഞ്ചവത്സര പദ്ധതി എന്താണ് അറിയപ്പെടുന്നത്? 10ാം പഞ്ചവത്സര പദ്ധതി. നമ്മുടെ കേരള മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 10ാം പഞ്ചവത്സര പദ്ധതി. 8ാം പഞ്ചവത്സര പദ്ധതി എന്താണ്? റാവു മൻമോഹൻ മോഡൽ അല്ലെ. റാവു മൻമോഹൻ മോഡൽ അല്ലെങ്കിൽ മൻമോഹൻ മോഡൽ എന്നൊക്കെ അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 8ാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ ഇത് പഠിച്ചു വെക്കണം. MN റോയ് ആണ് ജനകീയ പദ്ധതി ആവിഷ്കരിച്ചത്. ഓക്കെ, ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ വ്യക്തിയാണ് M വിശ്വേശ്വരയ്യ. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് ആരറിയപ്പെടുന്നത്? M വിശ്വേശ്വരയ്യ അറിയപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ വ്യക്തിയാണ് അല്ലെ. M വിശ്വേശ്വരയ്യ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? M വിശ്വേശ്വരയ്യാണ്. ഇന്ത്യൻ സാമ്പത്തിക ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യ. ഓക്കെ, M വിശ്വേശ്വരയ്യാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. പിതാവ് എന്നറിയപ്പെടുന്നതാണ് M വിശ്വേശ്വരയ്യ. ശില്പി എന്നാണ് ചോദ്യം വരുന്നതെങ്കിലോ? ശില്പി ആരാണ്? ശില്പി PC മഹലനോബിസ് ആണ് കേട്ടോ. PC മഹലനോബിസ് ആണ് എന്ത്? ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണ അല്ലെങ്കിൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. PC മഹലനോബിസ്.
സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ച വർഷം. സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ച വർഷം. സ്വതന്ത്ര ഭാരതം എന്ന് പറയുമ്പോൾ എന്താ, 1947 സ്വതന്ത്രമായി. അപ്പൊ ഇത് കഴിഞ്ഞിട്ടുള്ള വർഷം എന്ന് ആലോചിച്ചാൽ മതി. 1948. ഓക്കെ, 1948 ഇങ്ങനെ ഓർത്തു വെക്കുക. സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ച വർഷം. സ്വതന്ത്ര ഭാരതം എന്ന് പറയുമ്പോൾ അടുത്ത വർഷം തന്നെ രൂപീകരിച്ചു എന്നൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അങ്ങനെ ആലോചിച്ച ആൻസർ കിട്ടും. 1948. ഓക്കെ, 1947 സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് നമുക്കൊക്കെ അറിയാം. ഓക്കെ, ആസൂത്രണത്തിലൂടെ ഇന്ത്യയുടെ വികസനം എന്ന ലക്ഷ്യത്തിന് കരുത്തേകിയത് 1948 വ്യാവസായിക നയമാണ്. ആസൂത്രണത്തിലൂടെ ഇന്ത്യയുടെ വികസനം എന്ന ലക്ഷ്യത്തിന് കരുത്തേകിയത് 1948 വ്യാവസായിക നയമാണ്. പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ച വർഷം. സ്വതന്ത്ര ഭാരതം എന്ന് പറയുമ്പോൾ എന്ത് കണക്ട് ചെയ്യണം? സ്വാതന്ത്ര്യം കിട്ടി അടുത്ത വർഷം 1948 ആണെന്ന് ഓർത്തു വെക്കുക. നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത ചോദ്യം, 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത് എന്താണ്? ജൻജാഗരൺ യാത്ര, ദണ്ഡി യാത്ര, സമാജ് സമത യാത്ര, പിന്നെ ഏതാണ്? ഹരിജൻ യാത്ര. ഏതാണ് നമ്മുടെ ഉത്തരം? ഏതാണ്? ഹരിജൻ യാത്രയാണ് അല്ലെ? ഹരിജൻ യാത്രയാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഹരിജൻ യാത്രയാണ് നമ്മുടെ ഉത്തരം വരുന്നത്. ഉത്തരം പഠിച്ചു വെക്കുക. ബാക്കി നമുക്ക് നോക്കാം. ഹരിജൻ സേവക് സംഘ് രൂപീകരിച്ച വർഷം എപ്പോഴാണ്? 1932 കേട്ടോ. എപ്പോഴാണ്? 1932 ഹരിജൻ സേവക് സംഘ് രൂപീകരിച്ചത്. ഹരിജൻ സേവക് സംഘ് രൂപീകരിച്ച വർഷം 1932. ഹരിജൻ സേവക് സംഘ് രൂപീകരിച്ചത് 1932. ആസ്ഥാനം എവിടെയാണ്? ഡൽഹിയാണ് അല്ലെ? ഹരിജൻ സേവക് സംഘിന്റെ ആസ്ഥാനം എവിടെയാന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഡൽഹിയാണ്. എവിടെയാണ്? ഡൽഹിയാണ്. 1932 ഗാന്ധിജി യർവാദ ജയിലിൽ നിരാഹാരം കിടന്ന സമയത്ത് രൂപീകരിച്ച സംഘടനയാണ് ഹരിജൻ സേവക് സംഘ്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. 1932 ഗാന്ധിജി ഏത് ജയിലിൽ? യർവാദ ജയിലിൽ നിരാഹാരം കിടന്ന സമയത്ത് രൂപീകരിച്ച സംഘടനയാണ് ഹരിജൻ സേവക് സംഘ്. പിന്നെ ഇതൊന്നുകൂടെ നോക്കുക. ഹരിജൻ സേവക് സംഘ് രൂപീകരിച്ച വർഷം 1932. ആസ്ഥാനം എവിടെയാണ്? ഡൽഹി ആണെന്നും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ 1932 ഗാന്ധിജി യർവാദ ജയിലിൽ നിരാഹാരം കിടന്ന സമയത്ത് രൂപീകരിച്ച സംഘടനയാണ് ഹരിജൻ സേവക് സംഘ്. ഓക്കെ, അടുത്തത് നോക്കാം. ഹരിജനങ്ങളുടെ വിദ്യാഭ്യാസ വികസനത്തിനും സാമൂഹിക പുരോഗതിക്കും പ്രവർത്തിക്കുന്നതിനോടൊപ്പം സത്യത്തിലും അഹിംസയിലും അടിയുറച്ച് അയിത്തം ഇല്ലാതാക്കുക എന്ന പ്രധാന ലക്ഷ്യത്തോടെ രൂപീകരിച്ച സംഘടനയാണ് ഹരിജൻ സേവക് സംഘ്. എന്താണ്? ഹരിജൻ സേവക് സംഘ്. ഒരു വട്ടം കൂടെ. ഹരിജനങ്ങളുടെ വിദ്യാഭ്യാസ വികസനത്തിനും സാമൂഹിക പുരോഗതിക്കും പ്രവർത്തിക്കുന്നതോടൊപ്പം സത്യത്തിലും അഹിംസയിലും അടിയുറച്ച് അയിത്തം ഇല്ലാതാക്കുക എന്ന പ്രധാന ലക്ഷ്യത്തോടെ രൂപീകരിച്ച സംഘടനയാണ് ഹരിജൻ സേവക് സംഘ്. മനസ്സിലാക്കി വെക്കുക. ഹരിജന പ്രസ്ഥാനത്തെ സഹായിക്കുന്നതിനായി അദ്ദേഹം 1 വർഷം നീണ്ട പ്രചാരണ പരിപാടികൾ നടത്തി. ഇതും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഹരിജന പ്രസ്ഥാനത്തെ സഹായിക്കുന്നതിനായി അദ്ദേഹം 1 വർഷം നീണ്ട പ്രചാരണ പരിപാടികൾ നടത്തി. മനുഷ്യത്വരഹിതമായ അയിത്താചാരണത്തിനെതിരെ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിനായി ഭാരത പര്യടനം നടത്തിയ വ്യക്തിയാണ് ഗാന്ധിജി, മഹാത്മാ ഗാന്ധി. ആത്മശുദ്ധീകരണത്തിനായി ഗാന്ധിജി 21 ദിവസത്തെ ഉപവാസം അനുഷ്ഠിച്ചത് 1933 മെയ് 8. 1933 മെയ് 8 മുതലാണ്. ആത്മശുദ്ധീകരണത്തിനായി ഗാന്ധിജി 21 ദിവസത്തെ ഉപവാസം അനുഷ്ഠിച്ചത് 1933 മെയ് 8. ദണ്ഡി യാത്ര ആരംഭിച്ചത്, ഈ ഡേറ്റ് പഠിച്ചു വെക്കേണ്ടത്. ദണ്ഡി യാത്ര എപ്പോഴാണ് ആരംഭിച്ചത്? ഈ 2 ഡേറ്റും പഠിച്ചു വെക്കണം. 1933 മെയ് 8. പിന്നെ അതുപോലെ തന്നെ ദണ്ഡി യാത്ര ആരംഭിച്ചത് 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്നാണ് അല്ലെ? അത് പഠിച്ചു വെക്കുക. സബർമതി ആശ്രമത്തിൽ നിന്നാണ് ദണ്ഡി യാത്ര ആരംഭിച്ചത്. അത് നമുക്ക് പലർക്കും അറിയുന്ന കാര്യമാണ്. സബർമതി ആശ്രമത്തിൽ നിന്നാണ് ഗാന്ധിജി ദണ്ഡി യാത്ര ആരംഭിച്ചത് എന്നുള്ളത് അറിയാം. ഡേറ്റ് പഠിച്ചു വെക്കുക. 1930 മാർച്ച് 12. 1930 മാർച്ച് 12.
അടുത്തത് ഹരിജന യാത്ര ആരംഭിച്ച സ്ഥലം ഏതാണ്? സേവാഗ്രാം ആശ്രമമാണ്. സേവാഗ്രാം ആശ്രമം. സേവാഗ്രാം ആശ്രമം ഇമ്പോർട്ടന്റ് ആണ്. ഹരിജന യാത്ര ആരംഭിച്ച സ്ഥലം എവിടെയാണ്? സേവാഗ്രാം ആശ്രമം. സേവാഗ്രാം ആശ്രമമാണ് ഹരിജന യാത്ര ആരംഭിച്ച സ്ഥലം. എവിടെയാണ്? സേവാഗ്രാം ആശ്രമം. ഹരിജന യാത്ര അവസാനിപ്പിച്ച സ്ഥലം എവിടെയാണ്? ചല്ലപ്പള്ളിയാണ് അല്ലെ? ചല്ലപ്പള്ളി. ചല്ലപ്പള്ളി ആന്ധ്രാപ്രദേശിലെ ചല്ലപ്പള്ളിയാണ്. ഓക്കെ, ഹരിജന യാത്ര അവസാനിപ്പിച്ച സ്ഥലം ചല്ലപ്പള്ളിയാണ്. ആരംഭിച്ചത് സേവാഗ്രാം ആശ്രമത്തിൽ നിന്നാണ്. സേവാഗ്രാം ആശ്രമത്തിൽ നിന്നാണ് ഹരിജന യാത്ര ആരംഭിച്ചത്. അവസാനിച്ചത് എവിടെയാണ്? ചല്ലപ്പള്ളിയിലാണ് അവസാനിച്ചത്. ഓക്കെ, അസ്പൃശ്യരും മറ്റ് ഹിന്ദു സമൂഹവും തമ്മിലുള്ള തൊട്ടുകൂടായ്മകൾ തകർത്തു ഐക്യവും സാമൂഹികവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗാന്ധിജി നടത്തിയ പര്യടനമാണ് ഹരിജൻ യാത്ര. അതൊക്കെ പിന്നെ അറിയുന്ന കാര്യങ്ങളാണ്. അത് ഏത് രീതിയിൽ സ്റ്റേറ്റ്മെന്റ് തിരിച്ചു മറിച്ചും തന്നാലും ആൻസർ ചെയ്താൽ മതി. ഓക്കെ, അസ്പൃശ്യരും മറ്റ് ഹിന്ദു സമൂഹവും തമ്മിലുള്ള തൊട്ടുകൂടായ്മകൾ തകർത്തു ഐക്യവും സാമൂഹികവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗാന്ധിജി നടത്തിയ പര്യടനമാണ് ഹരിജൻ യാത്ര. അത് മനസ്സിലാക്കി വെച്ചാൽ മതിയെ. ഹരിജൻ യാത്ര നടത്തിയത് 1933 നവംബർ. 1933 നവംബർ. രണ്ടാം കേരള സന്ദർശനത്തിൽ ഗാന്ധിജി സന്ദർശിച്ച സ്ഥലങ്ങൾ ആലുവ, വർക്കല, ശിവഗിരി, തിരുവനന്തപുരം. ഈ രണ്ടാം കേരള സന്ദർശനത്തിലാണ് അല്ലെ, അതായത് രണ്ടാം കേരള സന്ദർശനത്തിലാണ് ഗാന്ധിജി ആരെ കണ്ടുമുട്ടുന്നത്? ശ്രീനാരായണ ഗുരുവിനെ. ഓക്കെ, അതും പഠിച്ചു വെക്കുക. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് 1925 രണ്ടാം കേരള സന്ദർശനത്തിൽ. അപ്പൊ രണ്ടാം കേരള സന്ദർശനം എപ്പോഴാണ്? 1925. ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങൾ പഠിച്ചു വെക്കണം. 20, 25, 27, 34, 37. 1925 രണ്ടാമത്തെ. അപ്പൊ 1920 ആദ്യ കേരള സന്ദർശനം, രണ്ടാമത് 25, പിന്നെ 1920, 25, 27, 1927, പിന്നെ 34, 37, 1934, പിന്നെ 1937 എന്നിങ്ങനെ 5 വട്ടമാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുള്ളത്. അപ്പൊ ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചു എന്നൊരു ചോദ്യത്തിനും ആൻസറായി 5 തവണയാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. അപ്പൊ ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് 1925. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച യാത്ര 5ാം കേരള സന്ദർശനം എപ്പോഴാണ്? 1937. 1937 5ാം കേരള സന്ദർശനം. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച യാത്രയാണ് 5ാം കേരള സന്ദർശനം. ചോദ്യം വരും, ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച യാത്ര ഏതാണെന്ന് ചോദിച്ചാൽ പോയി ദണ്ഡി യാത്ര എന്നൊന്നും കറുപ്പിച്ചു വെക്കരുത്. ഏതാണ്? 5ാം കേരള സന്ദർശനത്തെയാണ് ഗാന്ധിജി എന്ത് വിശേഷിപ്പിച്ചത്? ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചത്. ഗാന്ധിജി നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ച നമ്മുടെ സ്ഥലം ഏതാണ്? തിരുവനന്തപുരത്തെയാണ് അല്ലെ? തിരുവനന്തപുരത്തെയാണ് ഗാന്ധിജി നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത്. 1919 ഗാന്ധിജി ആരംഭിച്ച ജേണൽ ഏതാണ്? യങ് ഇന്ത്യ. യങ് ഇന്ത്യ അല്ലെ? യങ് ഇന്ത്യ സ്ഥാപിച്ചത് ആരാണ്? യങ് ഇന്ത്യയുടെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ഇത് എപ്പോഴും ചോദ്യം വരുന്ന ഒരു സ്ഥാനമാണ് കേട്ടോ. യങ് ഇന്ത്യ, യങ് ഇന്ത്യ. ഓക്കെ, അഹമ്മദാബാദിൽ സബർമതി ആശ്രമത്തിൽ ആയിരിക്കെ ഗാന്ധിജി ആരംഭിച്ച ജേണലാണ് യങ് ഇന്ത്യ. അഹമ്മദാബാദിൽ സബർമതി ആശ്രമത്തിലായിരിക്കെ ഗാന്ധിജി ആരംഭിച്ച ജേണലാണ് യങ് ഇന്ത്യ. യങ് ഇന്ത്യ. 1927 ഡോക്ടർ BR അംബേദ്കർ ആരംഭിച്ച സംഘടനയാണ് സമാജ് സമതാ സംഘ്. സമാജ് സമതാ സംഘ്. ജാതി വ്യവസ്ഥയ്ക്ക് എതിരെ നിന്നുകൊണ്ട് സാമൂഹിക സമത്വത്തിനു വേണ്ടി നിലവിൽ വന്ന സംഘടനയാണ് സമാജ് സംഘ്. അപ്പൊ അതും പഠിച്ചു വെക്കുക. അപ്പൊ 1927 ആരാണ്? BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ ഭീം റാവു അംബേദ്കർ. ആധുനിക മനു എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അപ്പൊ അദ്ദേഹം ആരംഭിച്ച സംഘടനയാണ് സമാജ് സമതാ സംഘ്. പിന്നെ ജാതി വ്യവസ്ഥക്കെതിരെ നിന്നുകൊണ്ട് സാമൂഹിക സമത്വത്തിന് വേണ്ടി നിലവിൽ വന്ന സംഘടനയാണ് സമാജ് സംഘ്. അതും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ യങ് ഇന്ത്യ സ്ഥാപിച്ചത് ആരെന്ന് ചോദ്യം വരും. യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാലാണ്? മഹാത്മാഗാന്ധി. ഹരിജൻ, യങ് ഇന്ത്യ രണ്ടും സ്ഥാപിച്ചത് ആരാണ്? രണ്ടും മഹാത്മാഗാന്ധിയാണ്. ഹരിജൻ, യങ് ഇന്ത്യ. ഗാന്ധിജി കേരളത്തിൽ ഞാൻ പറഞ്ഞു 5 തവണ ഗാന്ധിജി കേരളം സന്ദർശിച്ചു. 20, 25, 27, 34, 37. ഓക്കെ, അപ്പൊ ആ വർഷം എന്തായാലും അറിഞ്ഞു വെക്കുക. ഇനി നമുക്ക് ഡേറ്റോട് കൂടി എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കാം. 1920 ഓഗസ്റ്റ് 18 ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം ഗാന്ധിജി എവിടെ എത്തിയത്? ഗാന്ധിജി കേരളത്തിൽ എത്തിയത് എപ്പോഴാണ്? 1920 ഓഗസ്റ്റ് 18 ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം. എപ്പോഴോ? 1920 ആദ്യമായിട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും, ആദ്യമായി ഗാന്ധിജി കേരളം സന്ദർശിച്ചത് 1925. അതൊരു പൊട്ടത്തെറ്റ്. പിന്നെ ആദ്യത്തെ ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തിൽ ഗാന്ധിജി ഗുരുവിനെ സന്ദർശിച്ചു. അത് രണ്ടാമത്തെ പൊട്ടത്തെറ്റ്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചത് 1920 അതാണ് ശരി. ഓക്കെ, രണ്ടാമത് സന്ദർശിച്ചതാണ് 1925. അപ്പോഴാണ് ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത്. ഓക്കെ,
പിന്നെ 1925 മാർച്ച് 8 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അല്ലെ 1925 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് 24-ലായിരുന്നു വൈക്കം സത്യാഗ്രഹം 25 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി കേരളത്തിൽ എത്തുന്നത്. ദക്ഷിണേന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപം എന്നറിയപ്പെടുന്നത് നമ്മുടെ ഈ വൈക്കം സത്യാഗ്രഹമാണ്. ഇവിടെ നിന്ന് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്നൊരു ചോദ്യമാണ്, വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയതായിരുന്നു മന്നത്ത് പത്മനാഭനാണ്. ഈ മന്നത്ത് പത്മനാഭനാണ് NSSന്റെ സ്ഥാപകൻ. ഈ മന്നത്ത് പത്മനാഭനാണ് ഭാരത കേസരി എന്നറിയപ്പെടുന്നത്. ഇതേ മന്നത്ത് പത്മനാഭനാണ് കേരള മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വെക്കുക. 1927 ഒക്ടോബർ 9 ഗാന്ധിജി മൂന്നാമതായിട്ട് കേരളം സന്ദർശിച്ചത് തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി. പിന്നെ 1934 ജനുവരി 10 ഹരിജൻ ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമായി. പിന്നെ 37 ജനുവരി 12 ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിൽ അല്ലെ, ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം എപ്പോഴാണ്? 1936 ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ഈ ക്ഷേത്രപ്രവേശന വിളംബരമാണ് മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് അല്ലെ. തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. അപ്പോ 20, 25, 27, 34, 37 20 ഓഗസ്റ്റ് 18 എന്തിനാണ്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണത്തിന്. റിപ്പീറ്റ് ചെയ്ത് വരാം കേട്ടോ. 20 ഓഗസ്റ്റ് 18 ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണം. പിന്നെ 25 മാർച്ച് 8 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട്. 27 ഒക്ടോബർ 9 തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി. 34 ജനുവരി 10 ഹരിജൻ ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമായി. 37 ജനുവരി 12 ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിൽ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സെറ്റാണല്ലോ. ഒന്നുകൂടെ നോക്കാം. ആദ്യം വന്നത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥാണ്. രണ്ടാമത് വന്നത് വർഷം വെച്ചിട്ട് കണക്ട് ചെയ്യാൻ സിമ്പിൾ ആണ്. 24-ലാണ് നമുക്ക് വൈക്കം സത്യാഗ്രഹം എന്നറിയാം. അപ്പൊ 25 ഗാന്ധിജി വന്നത് ഇതുമായി ബന്ധപ്പെട്ടത്. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപം എന്നൊക്കെ പറയുമ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഗാന്ധിജി ഇവിടെ എത്തുവേ. അപ്പൊ തൊട്ടടുത്ത വർഷം 25 രണ്ടാമതായി ഗാന്ധിജി സന്ദർശിച്ചത് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ്. പിന്നെ പഠിക്കേണ്ടത് തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായിട്ടാണ് 27 വന്നിട്ടുള്ളത്. പിന്നെ 34 ഹരിജൻ ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമായി. പിന്നെ 37 നമുക്ക് സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. 34 നമുക്ക് സിമ്പിൾ ആയിട്ട് വർഷങ്ങൾ അറിഞ്ഞാൽ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. എങ്കിലും ഈ രണ്ടെണ്ണം കണക്ട് ചെയ്ത് വെച്ചാൽ തന്നെ ബാക്കി കിട്ടും. ആദ്യം വന്നത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥാണെന്ന് പഠിച്ചു വെക്കുക. രണ്ടാമത് വന്നത് 25-ലായതുകൊണ്ട് വൈക്കം സത്യാഗ്രഹമായിട്ട് കണക്ട് ചെയ്യുക. ഇത് മാത്രം പഠിച്ചു വെക്കുക. തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി എത്തിയത് 1927-ലാണെന്ന് പഠിച്ചു വെക്കുക. പിന്നെ 34 ഹരിജൻ ഫണ്ട് ശേഖരണം അല്ലെ. ഹരിജൻ ഫണ്ട് ആ സമയത്താണ്. ഹരിജൻ ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമായി 34-ലും 37 ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിൽ. 1936-ലാണ് ക്ഷേത്രപ്രവേശന വിളംബരം. അതും നമുക്കറിയാം. ഓക്കെ, അപ്പൊ അത്രയും സെറ്റാണ്. അടുത്തത് നോക്കാം. അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ്? അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് പുരാണക്വില. ആരുടെ ഭരണകാലത്താണ്? അത് ഹുമയൂണിന്റെ ഭരണകാലത്തും പിന്നെ ഷെർഷാ സൂരിയുടെ ഒക്കെ ഭരണകാലത്താണ്. ഹുമയൂണിന്റെ ഭരണകാലത്താണ് അതിന് തുടക്കം കുറിച്ചത്. ഓക്കെ, അപ്പൊ ഇത് മാത്രം അക്ബറുമായി ബന്ധപ്പെട്ടതല്ല. അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട, അപ്പൊ നിർമ്മിച്ചത് ആഗ്ര കോട്ട, ലാഹോർ കോട്ട, അലഹബാദ് കോട്ട ഒക്കെ അക്ബറിന്റെ ഭരണകാലത്താണ് നിർമ്മിച്ചത്. അടുത്ത നോക്കാം. അക്ബർ പണികഴിപ്പിച്ച കോട്ടകളിൽ വിജയത്തിന്റെ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഫത്തേപൂർ സിക്രിയാണ്. ഏതാണ്? ഫത്തേപൂർ സിക്രി. ഓക്കെ, അക്ബർ പണി കഴിപ്പിച്ച കോട്ടകളിൽ വിജയത്തിന്റെ നഗരം എന്നറിയപ്പെടുന്നത് ഫത്തേപൂർ സിക്രിയാണ്. പുരാണക്വില സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ് കേട്ടോ. പുരാണക്വില സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. പുരാണക്വില നിർമ്മാണം ആരംഭിച്ച വർഷം 1533-ലാണ്. 1533-ലാണ് പുരാണക്വില നിർമ്മാണം ആരംഭിച്ച വർഷം. എപ്പോഴാണ്? 1533-ലാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പുരാണക്വില നിർമ്മാണം ആരംഭിച്ച സമയത്തെ മുഗൾ ഭരണാധികാരി ആരാണ്? ഹുമയൂൺ ആണ് അല്ലെ. നമ്മളിപ്പോ തുടക്കത്തിലെ ഞാൻ പറഞ്ഞു ഹുമയൂൺ ആണ് പണി തുടങ്ങിയത്. ആരാന്ന് ചോദിച്ചാൽ ഹുമയൂൺ ആണ്. എന്നാൽ അവസാനിക്കുന്ന സമയത്ത് ആരാണ്? ഷേർഷാ സൂരിയാണ്. അതായത് പൂർത്തിയാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ഷേർഷാ സൂരിയാണ്. അപ്പൊ ഇത് മനസ്സിലാക്കി വെക്കുക. അക്ബർ പണി കഴിപ്പിച്ച കോട്ടകളിൽ വിജയത്തിന്റെ നഗരം എന്നറിയപ്പെടുന്നത് ഫത്തേപൂർ സിക്രിയാണ്. ഏതാണ്? ഫത്തേപൂർ സിക്രിയാണ്. അക്ബർ പണി കഴിപ്പിച്ച കോട്ടകളിൽ വിജയത്തിന്റെ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഫത്തേപൂർ സിക്രി. പുരാണക്വില സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ്. എപ്പോഴാണ് പണി ആരംഭിച്ചത്? 1533-ൽ. ആരാണ് ആരംഭിച്ചത്? ഹുമയൂൺ ചക്രവർത്തിയാണ്. ഹുമയൂണിന്റെ ഭരണകാലത്താണ് ആരംഭിച്ചത്. പിന്നെ പുരാണക്വില പണി പൂർത്തിയാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഷേർഷാ സൂരിയാണ്. ആരാണ്? ഷേർഷാ സൂരിയാണ്. ഇത്രയും മനസ്സിലാക്കി വെക്കാം. അടുത്തത് നോക്കാം. പുരാണക്വില അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പഴയ കോട്ട എന്ന് അല്ലെ. പുരാണക്വില അറിയപ്പെടുന്ന മറ്റൊരു പേരാണ്
പഴയ കോട്ട എന്നാണ്. അത് പുരാണ വെച്ച് കണക്ട് ചെയ്തത്, പുരാണ കാലങ്ങളിൽ അല്ലെ, പുരാണ ഗ്രന്ഥങ്ങളിൽ എന്നൊക്കെ നമ്മൾ പറയും. അതെന്താണ് പഴയത് എന്നുള്ളതൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ പറയുന്നത്. അപ്പൊ പുരാണ എന്ന് കണ്ട പുരാണ, പഴയ എന്നത് ഒന്ന് മനസ്സിൽ വെക്കുക, അപ്പൊ നമുക്ക് കിട്ടും. ഓക്കെ. സൂഫി സന്യാസിയായ ഷെയ്ഖ് സലീം ചിസ്തിയുടെ ബഹുമാനാർത്ഥം അക്ബർ സ്ഥാപിച്ച നഗരമാണ് ഫത്തേപൂർ സിക്രി. ഓക്കെ, ഫത്തേപൂർ സിക്രി. സൂഫി സന്യാസിയായ ഷെയ്ഖ് സലീം ചിസ്തിയോടുള്ള ബഹുമാനാർത്ഥം അക്ബർ സ്ഥാപിച്ച നഗരമാണ് ഫത്തേപൂർ സിക്രി. ലാൽ കില, ഫോർട്ട് റൂജ്, കില ഇ അക്ബരി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആഗ്ര കോട്ടയാണ്. എന്തൊക്കെയാണ്? ലാൽ കില, ഫോർട്ട് റൂജ്, പിന്നെ കില ഇ അക്ബരി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആഗ്ര കോട്ടയാണ്. ഏതാണ്? ആഗ്ര കോട്ട. AD 1583 അക്ബർ ചക്രവർത്തി യമുന നദിയുടെ തീരത്ത് പണി കഴിപ്പിച്ച കോട്ടയാണ് അലഹാബാദ് കോട്ട. എപ്പോഴാണ്? 1583. AD 1583 അക്ബർ ചക്രവർത്തി യമുന നദിയുടെ തീരത്ത് പണി കഴിപ്പിച്ച കോട്ടയാണ് അലഹാബാദ് കോട്ട. പിന്നെ ലാൽ കില, ഫോർട്ട് റൂജ്, പിന്നെ കില ഇ അക്ബരി എന്നിങ്ങനെ അറിയപ്പെടുന്ന ഏതാണ്? ആഗ്ര കോട്ടയാണ് കേട്ടോ, ആഗ്ര കോട്ട. പിന്നെ ആരോടുള്ള ബഹുമാനാർത്ഥാണ് അക്ബർ ഇത് സ്ഥാപിച്ചത്? ഫത്തേപൂർ സിക്രി സ്ഥാപിച്ചത് ആരോടുള്ള ബഹുമാനാർത്ഥാണ്? സൂഫി സന്യാസിയായ ഷെയ്ഖ് സലീം ചിസ്തിയോടുള്ള ബഹുമാനാർത്ഥം. പിന്നെ പുരാണിക് കില അറിയപ്പെടുന്ന മറ്റൊരു പേര് പഠിച്ചു നോക്കണം. പുരാണം എന്ന് ഞാൻ കണക്ട് ചെയ്യാൻ പറഞ്ഞു, പഴയ കോട്ട എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത്, ആഗ്ര കോട്ട നിർമ്മിച്ചത് ഏത് ഭരണകാലത്താണ്? സിമ്പിൾ ആയിട്ട് കിട്ടും, മുഗൾ ഭരണം അല്ലെ, മുഗൾ ഭരണകാലത്താണ്. ആഗ്ര കോട്ട നിർമ്മിച്ച ഭരണാധികാരി, അതാണ് നമ്മളിപ്പോ പഠിച്ചത്, അക്ബർ ചക്രവർത്തിയാണ്. അക്ബർ സ്ഥാപിച്ച മതം ദീനിലാഹി അല്ലെ, ദീനിലാഹിയാണ് അക്ബർ സ്ഥാപിച്ച മതം. അക്ബർ സ്ഥാപിച്ച മതമാണ് ദീനിലാഹി. അക്ബർ സ്ഥാപിച്ച മതമാണ് ദീനിലാഹി. അക്ബറുടെ ഭരണ തലസ്ഥാനം ഏതാണ്? ഫത്തേപൂർ സിക്രിയാണ്. അക്ബറുടെ ഭരണ തലസ്ഥാനം ഏതാണ്? ഫത്തേപൂർ സിക്രിയാണ് അക്ബറുടെ ഭരണ തലസ്ഥാനം. അക്ബറുടെ ഭരണ തലസ്ഥാനം ഏതാണ്? ഫത്തേപൂർ സിക്രിയാണ്. അക്ബർ സ്ഥാപിച്ച മതം ഏതാണ്? ദീനിലാഹി. ഇമ്പോർട്ടന്റ് ആണ്, ദീനിലാഹിയാണ് അക്ബർ സ്ഥാപിച്ച മതം. അല്ലെങ്കിൽ ദീനിലാഹിയുടെ സ്ഥാപകൻ ആരാണ്? അക്ബർ ചക്രവർത്തിയാണ് അല്ലെ, അക്ബർ ചക്രവർത്തിയാണ്. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദീനിലാഹി. സ്റ്റേറ്റ്മെന്റ് വരുവേ. ഓക്കെ, എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദീനിലാഹി. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദീനിലാഹി. ദീനിലാഹിയുടെ സ്ഥാപകൻ ചോദ്യം വന്ന അക്ബർ ചക്രവർത്തിയാണ്. രാജ്യത്തെ വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിൽ സമാധാനവും സൗഹൃദവും ഐക്യവും വളർത്തിയെടുക്കാൻ ആശയപരമായ സംവാദങ്ങൾ നടത്താൻ അക്ബർ ഫത്തേപൂർ സിക്രിയിൽ നിർമ്മിച്ച മന്ദിരമാണ് ഇബാദത്ത് ഖാന. ഇബാദത്ത് ഖാന, ഇബാദത്ത് ഖാന, ഇബാദത്ത് ഖാന. അപ്പൊ രാജ്യത്തെ വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിൽ സമാധാനവും സൗഹൃദവും ഐക്യവും വളർത്തിയെടുക്കാൻ ആശയപരമായ സംവാദങ്ങൾ നടത്താൻ അക്ബർ ഫത്തേപൂർ സിക്രിയിൽ, എവിടെയാണ്? ഫത്തേപൂർ സിക്രിയിൽ നിർമ്മിച്ച മന്ദിരമാണ് ഇബാദത്ത് ഖാന. ഇബാദത്ത് ഖാന. അക്ബർ ഫത്തേപൂർ സിക്രിയിൽ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത് എപ്പോഴാണ്? 1575 1575 ഫത്തേപൂർ സിക്രിയിൽ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത്. അപ്പൊ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ച വർഷമാണ് 1575. ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ച വർഷം 1575. ദീനിലാഹി പഠിച്ചു വെക്കണം. ദീനിലാഹിയുടെ സ്ഥാപകൻ ആരെന്ന് ചോദ്യം വരും. അക്ബർ ചക്രവർത്തിയാണ്. അക്ബറിന്റെ കാലത്ത് മികച്ച ഭരണ സംവിധാനത്തിനായി രാജ്യത്തെ തിരിച്ചിരുന്നത് ഗ്രാമം, പർഗാന, സർക്കാർ, സുബ എന്നിങ്ങനെയാണ്. എന്തൊക്കെയാണ്? ഗ്രാമം, പർഗാന, സർക്കാർ, സുബ എന്നിങ്ങനെ. അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായം ഇമ്പോർട്ടന്റ് ആണ്. മാൻസബ്ദാരി സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, SCRT മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യമാണ് മാൻസബ്ദാരി സിസ്റ്റം. അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി സിസ്റ്റം. പിന്നെ ജാഗിർദാരി സിസ്റ്റം നമുക്ക് പഠിക്കാണ്ട്. സൈനികർക്ക് ശമ്പളത്തിന് പകരമായി ഭൂമി പതിച്ചു നൽകുന്ന സമ്പ്രദായമാണ് ജാഗിർദാരി സിസ്റ്റം. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. മാൻസബ്ദാരി സിസ്റ്റം, ജാഗിർദാരി സിസ്റ്റം രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? മാൻസബ്ദാരി അല്ലെ, മാൻസബ്ദാരി സമ്പ്രദായം, മാൻസബ്ദാരി സിസ്റ്റം എന്നാണ് അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായം അറിയപ്പെടുന്നത്. സൈനികർക്ക് ശമ്പളത്തിന് പകരമായി ഭൂമി പതിച്ചു നൽകുന്ന ഈ പരിപാടിയാണ് എന്ത്? ജാഗിർദാരി സിസ്റ്റം. ഇതാണ് ജാഗിർദാരി സമ്പ്രദായം. അപ്പൊ മാൻസബ്ദാരി, ജാഗിർദാരി. അക്ബറിന്റെ സൈനിക സമ്പ്രദായം എന്താണ്? അക്ബറിന്റെ സൈനിക സമ്പ്രദായം മാൻസബ്ദാരിയും സൈനികർക്ക് ഭൂമി പതിച്ചു നൽകിയിരുന്നത് ഏതാണ്? ജാഗിർദാരിയുമാണ്. മനസ്സിലാക്കി പഠിക്കുക. മാൻസബ്ദാരി, ജാഗിർദാരി. ഓക്കെ.
ജാഗിർദാരി സമ്പ്രദായം ഏർപ്പെടുത്തിയ ഭരണാധികാരി, അതാണല്ലോ ഇപ്പൊ പറഞ്ഞത്. അക്ബർ ഏർപ്പെടുത്തിയതാണ് ജാഗിർദാരി സമ്പ്രദായം. പിന്നെ അക്ബർ നിർത്തലാക്കിയ മതനികുതി ഏതാണ്? ജസിയ. അക്ബർ നിർത്തലാക്കിയ മതനികുതി, ഇതും വരും. ഓക്കെ, ഇത് പഠിച്ചു വെച്ചോ. ജസിയാണ് അക്ബർ നിർത്തലാക്കിയ മതനികുതി. അക്ബർ നിർത്തലാക്കിയ മതനികുതിയാണ് ജസിയ. അക്ബർ സ്ഥാപിച്ച മതം എന്ന് ചോദ്യം വന്ന ദീനി ഇലാഹി, അല്ലെങ്കിൽ ദീനി ഇലാഹിയുടെ സ്ഥാപകൻ ആരെന്ന് ചോദ്യം വന്ന അതാരാണ്? അക്ബർ ചക്രവർത്തിയാണ്. ഇത് പഠിച്ചു വെച്ചോ. ജാഗിർദാരി, മാൻസബ്ദാരി, ഞാൻ പിന്നെ പറയുന്നു, ഇത് പഠിച്ചു വെച്ചോ. അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി സിസ്റ്റം. സൈനികർക്ക് ശമ്പളത്തിന് പകരമായി ഭൂമി പതിച്ചു നൽകുക, അതേതാണ്? അത് ജാഗിർദാരി സിസ്റ്റം ആണ്. പിന്നെ ഗ്രാമം പർഗാന സർക്കാർ സുബ, ഇതൊക്കെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പോവാ. അക്ബർ ഫത്തേപൂർ സിക്രിയിൽ ഇബാദത്ത് ഖാന, എന്തിനായിരുന്നു ഇബാദത്ത് ഖാന? രാജ്യത്തെ വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിൽ സമാധാനവും സൗഹൃദവും ഐക്യവും വളർത്തിയെടുക്കാൻ ആശയപരമായ സംവാദങ്ങൾ നടത്താൻ അക്ബർ ഫത്തേപൂർ സിക്രിയിലാണ് ഇബാദത്ത് ഖാന സ്ഥാപിച്ചത്. അപ്പൊ അത് എവിടെയാണെന്നും പഠിച്ചു വെക്കുക. ഫത്തേപൂർ സിക്രിയിൽ നിർമ്മിച്ച മന്ദിരമാണ് ഇബാദത്ത് ഖാന. പിന്നെ പ്രധാനപ്പെട്ട ദീനി ഇലാഹി, എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ ചക്രവർത്തി എന്താണ് സ്ഥാപിച്ചത് എന്നൊരു ചോദ്യം വന്നാൽ അതെന്താണ്? അതാണ് ദീനി ഇലാഹി. അല്ലെങ്കിൽ ദീനി ഇലാഹിയുടെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചത് ആരാണ്? അക്ബർ ചക്രവർത്തിയാണ്. ആഗ്ര കോട്ട നിർമ്മിച്ച നമ്മൾ പഠിച്ചിട്ടുണ്ട്, അക്ബർ ചക്രവർത്തിയാണ്. പിന്നെ ലാൽ കില, ഫോർട്ട് റൂജ്, കില ഇ അക്ബരി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഈ ആഗ്ര കോട്ടയാണ്. ഇതും പഠിച്ചു വെക്കണം. എന്തൊക്കെയാണ്? ലാൽ കില, ഫോർട്ട് റൂജ്, കില ഇ അക്ബരി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആഗ്ര കോട്ടയാണ്. ഓക്കെ, പിന്നെ പുരാണക്വില അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പഴയ കോട്ട. പുരാണക്വില സ്ഥാപിച്ചതാരാണ്, അല്ലെങ്കിൽ ആരുടെ ഭരണകാലത്താണ് തുടങ്ങിയത്? അതായത് പണി തുടങ്ങിയത് ആരുടെ ഭരണകാലത്താണെന്ന് ചോദിച്ചാൽ ഹുമയൂണിന്റെ ഭരണകാലത്താണ്. പിന്നെ പണി കഴിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഷേർഷാ സൂരിയാണ്. ഷേർഷാ സൂരിയാണ് പണി കഴിപ്പിച്ചത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇന്ന് പഠിച്ച ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും, ഇമ്പോർട്ടന്റ് ആയ പലതും ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നുണ്ട്. പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങളും വർഷവും അത് എന്തിനായിരുന്നു ഞാൻ പറഞ്ഞു. കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യം കൂടെയാണ്. അപ്പൊ പഠിച്ചു വെക്കുക. പിന്നെ ഹരിജനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത അത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. എക്സ്ട്രാ എന്തൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലെ പഠിക്കുന്ന കാര്യങ്ങൾ, അതായത് കണക്ട് ചെയ്ത് പഠിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നറിയാം. PSC ഇപ്പൊ ചോദിക്കുന്നത് ഈ ഭാഗങ്ങളിൽ നിന്നായതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ എടുത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നത്. അതുമായി ബന്ധമില്ലാത്ത പല ഭാഗങ്ങളിലേക്ക്, അതായത് എക്കണോമിക്സിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ എന്തിന് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോയി എന്ന് ചോദിച്ചാൽ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ പഠിക്കുന്ന ഓരോ പുറത്തുനിന്ന് എക്സ്ട്രാ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും മാർക്ക് ചെയ്ത് വെക്കണം. പ്രത്യേകിച്ച് ഞാൻ പറയുന്ന ക്ലാസ്സിൽ, അതായത് ഞാൻ ഇതുമായി ബന്ധമില്ലാത്ത ഒരു കാര്യം ഇവിടെ എടുത്തിടുന്നുണ്ടെങ്കിൽ അതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പിച്ചോ. അപ്പൊ അത് മാർക്ക് ചെയ്ത് വെച്ചോ. അതായത് നോട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്, അല്ലെങ്കിൽ മൈൻഡിൽ കയറിയിട്ടുണ്ടാവും എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. എവിടെയെങ്കിലും ഒന്ന് ചെറുതായിട്ട് മാർക്ക് ചെയ്ത് വെക്കാം. ഞാൻ എപ്പോഴും പറയും, നോട്ട് എഴുതുമ്പോൾ വായി വലിച്ച് കുറേ എഴുതി തീർക്കൊന്നും വേണ്ട. ചെറുതായിട്ടെങ്കിലും നിങ്ങൾക്ക് പിന്നെയും വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് നോട്ട് എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ നോട്ട് എഴുതി പിന്നെ ഒന്ന് വായിച്ചു നോക്കുക. എപ്പോഴും റിവിഷൻ ചെയ്യുക. ഓക്കെ, എപ്പോഴും റിവിഷൻ ചെയ്യുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എന്തായാലും റിവിഷൻ ചെയ്യുക. റിവിഷൻ ഇല്ലാതെ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു പോകരുത്. അത് റിക്വസ്റ്റ് ആയിട്ട് കൂട്ടിയാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾ റിവിഷൻ ചെയ്യാം. കാരണം എക്സാമിന് പോകുമ്പോൾ നല്ല കൺഫ്യൂഷൻ ഉണ്ടാക്കാനും, അതായത് നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യത്തിൽ ഒരു കോൺഫിഡൻസ് വേണം. ഈ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചോദ്യം വന്നാലും ഞാൻ നല്ല സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യും എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം. ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്യണം. മുമ്പ് എക്സാം എഴുതിയിട്ടുള്ള ആളുകൾക്ക് അറിയാം റിവിഷൻ ഇല്ലാത്തതിന്റെ പലതും അവർ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളത് അനുഭവിക്കരുത്. നിങ്ങൾ അങ്ങനെ ചെയ്ത് അനുഭവിച്ചിട്ടില്ലെങ്കിൽ ദയവ് ചെയ്തത് അനുഭവിക്കരുത്. നല്ല സങ്കടം വരും. അതായത് പഠിച്ച കാര്യങ്ങളാണ് തെറ്റിപ്പോവുക. പഠിച്ച കാര്യങ്ങൾ തെറ്റിയാൽ നല്ല രീതിയിൽ മനസ്സും എടുക്കും. അതായത് ഞാൻ പഠിച്ചതൊക്കെ വെറുതെയാണ്, ഇങ്ങനെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല, അങ്ങനെ പലതും തോന്നിപ്പോവും. അപ്പോൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്യുക. ഓക്കെ, റിവിഷൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുക. പലർക്കും റിവിഷൻ ചെയ്യാൻ മടിയൊക്കെ ഉണ്ടാവും. റിവിഷൻ്റെ രീതികൾ മാറ്റുക. വായിച്ച് ഇങ്ങനെ റിവിഷൻ ചെയ്യാതെ മനസ്സിലായാലും റിവിഷൻ ചെയ്യുക. ചിലപ്പോൾ പല പണികൾക്കും ഇടയിലാവും. ഈ പണികൾക്കിടയിൽ ചിലപ്പോൾ നമ്മൾ കൈകൊണ്ട് എടുക്കുന്ന പണിയാവും. ആ സമയത്ത് നമ്മൾ അടുക്കളയിലൊക്കെ പണിയെടുക്കുന്ന സമയം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പണികളിലൊക്കെ ആണെങ്കിലും ആ സമയത്ത് നമ്മുടെ മൈൻഡ് റെസ്റ്റിലാണ്. അപ്പോൾ മൈൻഡിനെ പണിയെടുപ്പിക്കുക. ആ സമയത്ത് മൈൻഡിൽ ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുക. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഗാന്ധിജിയുടെ കേരള സന്ദർശനം, പിന്നെ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് 2ാം കേരള സന്ദർശനമാണ്. അപ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരുവിലേക്ക് എത്തി. അപ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ അരുവിപ്പുറം പ്രതിഷ്ഠയെ പറ്റിയിട്ടൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ. അരുവിപ്പുറം പ്രതിഷ്ഠക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്തത് നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്നാണ്. അങ്ങനെ ഓരോന്നും. പിന്നെ ഈ ശങ്കരൻകുഴിയിൽ നിന്ന്, അപ്പൊ ശങ്കരനിൽ ഒരു കണക്ഷൻ ഉണ്ട്. എന്താണ് ഈ ശങ്കരക്കുറുപ്പും ജി ശങ്കരക്കുറുപ്പും ഗുരു തമ്മിൽ എന്തോ ഒന്നുണ്ടല്ലോ. ശ്രീനാരായണ ഗുരുവിനെ 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ്. അപ്പൊ നമ്മൾ എവിടെ എത്തി? ജി ശങ്കരക്കുറുപ്പിലെത്തി. ഈ ജി ശങ്കരക്കുറുപ്പാണ് ആദ്യമായിട്ട്, അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായി ജ്ഞാനപീഠം ലഭിച്ചത്, അല്ലെങ്കിൽ ആദ്യമായി ജ്ഞാനപീഠം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാലും ജി ശങ്കരക്കുറുപ്പിനാണ്. ആദ്യമായി ജ്ഞാനം
ജ്ഞാനപീഠം ലഭിച്ച മലയാളി ആര്? ജി ശങ്കരക്കുറുപ്പിനാണ്. ഓടക്കുഴൽ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പൊ നമ്മൾ ജ്ഞാനപീഠത്തിലെത്തി. അപ്പൊ രണ്ടാമത് ജ്ഞാനപീഠം ലഭിച്ചത് 1965 ജി ശങ്കരക്കുറുപ്പിനാണ്. 80 ആർക്കാണ് ലഭിച്ചത്? ആലോചിച്ച് നോക്ക്. രണ്ടാമത് ലഭിച്ചത് ആർക്കാണ്? എസ്.കെ. പൊറ്റക്കാടിനാണ്. എന്താണ് എസ്.കെ. പൊറ്റക്കാടിന്റെ ആത്മകഥ? എന്റെ വഴിയമ്പലങ്ങൾ. അപ്പൊ നമ്മൾ ആത്മകഥയിലേക്ക് എത്തി. അപ്പൊ പ്രധാനപ്പെട്ട കുറെ ആത്മകഥകൾ ഉണ്ടല്ലോ. അങ്ങനത്തെ ആത്മകഥകൾ ഓർത്തു വെക്കുക. കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? വി ടി ഭട്ടതിരിപ്പാടിന്റെ. എപ്പോഴും റിപ്പീറ്റ് ചെയ്യും. അപ്പൊ ഈ വി ടി ഭട്ടതിരിപ്പാടിലേക്ക് എത്തി. അപ്പൊ വി ടി ഭട്ടതിരിപ്പാടുമായിട്ട് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ആരുടെ നാടകമാണ് അല്ലെ? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആരുടെയാണ്? വി ടി ഭട്ടതിരിപ്പാടിന്റെയാണ്. ഓക്കെ. അപ്പൊ ഇത് ഇങ്ങനത്തെ ഓരോ രീതിയിൽ കണക്ട് ചെയ്തിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഇപ്പൊ പ്രോപ്പറായിട്ട് എത്രയോ റിവിഷൻ നിങ്ങൾക്ക് നടന്നിട്ടുണ്ട്. പല സ്റ്റേജിലേക്ക് പല സ്ഥലങ്ങളിലേക്ക് ഇപ്പൊ നിങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ റിവിഷൻ ചെയ്തു. അപ്പൊ റിവിഷനെ ഇഷ്ടപ്പെട്ട് തുടങ്ങും. പുതിയ പുതിയ കാര്യങ്ങൾ, അതായത് പഠിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ മൈൻഡിൽ വരുമ്പോൾ നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് എനർജി കയറും. അപ്പൊ ഈ രീതിയിൽ റിവിഷൻ ചെയ്ത് നോക്കുക. അപ്പൊ റിവിഷനെ വെറുതെ മടുക്കരുത്. അത് റിവിഷൻ നിങ്ങൾക്ക് നിർബന്ധമാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒന്ന് നിങ്ങൾ ഉടക്കും. അതായത് ചില കാര്യം ഇപ്പൊ മൈൻഡിൽ വരില്ല, എന്തോ ഒന്നുണ്ട്, അത് ആരുമായി ബന്ധപ്പെട്ടതാണെന്നുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് വരും. അപ്പൊ പോകണം മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക്. അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ അടിപൊളി റിവിഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ റിവിഷൻ ചെയ്യും. അപ്പൊ റിവിഷന് നല്ല രീതിയിൽ പ്രാധാന്യം കൊടുക്കാം. വിട്ട് കളയരുത്. അതായത് റിവിഷൻ വെറുതെ വിട്ട് കളയരുത്. അത് റിക്വസ്റ്റ് ആയിട്ട് തന്നെ കൂട്ടിയാൽ മതി. അല്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കാണെന്ന് കൂട്ടി. അത് നിങ്ങൾക്ക് ആവശ്യമാണ്, അത്ര നിർബന്ധമാണ് എന്നതൊന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ മാർക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്യണം. പുതിയ കാര്യങ്ങൾ പഠിക്കണം. പഠിക്കരുത് എന്നല്ല, പുതിയ കാര്യത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ റിവിഷൻ അവിടെ ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിവിഷനും ചെയ്യണം, പുതിയ കാര്യങ്ങളും പഠിക്കണം. ഓക്കെ. അപ്പോൾ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട്. എൻ്റെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണം. അത് എൻ്റെ ചാനൽ എന്നല്ല, ഏതൊരു ചാനലാണെങ്കിലും ഏതൊരു കാര്യമാണെങ്കിലും യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കുക. ഇന്ന് എൻ്റെ ക്ലാസ് കണ്ടിട്ട് ഇത് യൂസ്ഫുൾ ആവില്ല എന്ന് തോന്നുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യണം. മറ്റു നല്ല ചാനലുകൾ നോക്കണം. ഓക്കെ. അല്ലാതെ ഇതിൽ തന്നെ കടിച്ചു നിൽക്കരുത്. ഇത് തന്നെ കാണണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്നതാണ് നിങ്ങൾ എടുക്കുന്നത്, അതേ എടുക്കാവൂ. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരാൾക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് പഠിക്കുന്നുണ്ടെങ്കിൽ, പലരും കമ്പൈൻ സ്റ്റഡി ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അവർക്കും ഇത് യൂസ്ഫുൾ ആവും, നന്നായി പഠിക്കാൻ പറ്റുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്കെങ്കിലും പഠിക്കാൻ പറ്റട്ടെ എന്ന് തോന്നുകയാണെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഇനിയും ഒരുപാട് ക്ലാസ്സുകളുമായിട്ട് ഞാൻ വരാം. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. പിന്നെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ നോട്ട്സും കിട്ടും. ഓക്കെ. പിന്നെ നമ്മുടെ അപ്ഡേഷൻസ് ഒക്കെ ഞാൻ അറിയിക്കുന്നത് അവിടെ ടെലിഗ്രാമിലാവും. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.